വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന പോയമാണ്. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ ആൻഡ് സിംഗ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ. ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്. ഇവിടെ ഹോപ്പിനെ കമ്പയർ ചെയ്യാണ് എന്തുമായിട്ട്? ഒരു തിങ് വിത്ത് ഫെദേഴ്സ്, പക്ഷിയുമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ദാറ്റ് പേർച്ചസ് ഇൻ ദ സോൾ. അപ്പോൾ ഹോപ്പ് എന്ന പക്ഷി എന്ത് ചെയ്യുന്നു? നമ്മുടെ സോളിൽ വന്നിരിക്കുന്നു. ആൻഡ് സിംഗ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്. അതെന്ത് ചെയ്യുന്നുണ്ട്? പാടുന്നുണ്ട്. ജസ്റ്റ് ട്യൂണ് മാത്രമായിട്ട് പാടുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് വേർഡ്സ് ഒന്നുമില്ല. ആൻഡ് നെവർ സ്റ്റോപ്പ് അറ്റ് ഓൾ. ഒരിക്കലും നിർത്താതെ തന്നെ അത് പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ മീനിങ്. ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ പോയിട്ട് പറയുന്നത് ഹോപ്പ് എന്നത് ഒരു ബേർഡാണ്. ആ ബേർഡ് ക്വയറ്റായിട്ട് നമ്മുടെ സോളിൽ വന്നിരിക്കുന്നുണ്ട്. അത് സ്വീറ്റായിട്ടുള്ള ഒരു സോങ് പാടുന്നുണ്ട്. അത് നമുക്ക് എന്താ നൽകുന്നത്? ഒരു ഫീലിംഗ് ഓഫ് കംഫേർട്ട് ആൻഡ് എൻകറേജ്മെൻ്റ് ആണ്. നമ്മളെ ഏത് സമയത്തും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അത് എൻകറേജ് ചെയ്യുന്നുണ്ട്. അതിനൊരു വേർഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു ട്യൂൺ തന്നെ മതി. ദിസ് സോങ് ഓഫ് ഹോപ്പ് നെവർ സ്റ്റോപ്സ് നോ മാറ്റർ വാട്ട് ഹാപ്പൻ ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രതീക്ഷ നിലനിൽക്കും. എന്തൊക്കെ സംഭവിച്ചാലും പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലും ഏൽക്കില്ല. അത് തന്നെയാണ് ഇവിടെ പോയിട്ടും പറയുന്നത്. പ്രതീക്ഷ എന്ന പക്ഷി ഒരിക്കലും അതിൻ്റെ പാട്ട് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഇസ് ഹേർഡ് ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ് ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. ആൻഡ് സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഇസ് ഹേർഡ്. കൊടുങ്കാറ്റിൻ്റെ സമയത്ത് പോലും ഈ പക്ഷിയുടെ പാട്ട് കേൾക്കുന്നുണ്ട്. ദിസ് മീൻസ് ഹോപ്പ് ബിക്കം സ്ട്രോങ്ങസ്റ്റ് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ഓർ പെയിൻഫുൾ ടൈംസ്. ഇവിടെ പോയിട്ട് പറയുന്നത് എത്ര ചാലഞ്ചിങ് ആയാലും, ലൈഫിൽ എത്ര ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നാലും ഹോപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. സ്റ്റോം ഓർ ഗെയിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈഫിലത്തെ ചാലഞ്ചസിനെയാണ്. ഓൺലി എ വെരി പവർഫുൾ സ്റ്റോം ക്യാൻ സൈലൻസ് ദിസ് ഹോപ്പ്ഫുൾ ബേർഡ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ വരുന്ന സമയത്ത് മാത്രമേ ഈ ബേർഡ് ഒന്ന് സൈലൻ്റ് ആവുള്ളൂ. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. ഹോപ്പ് ഒരുപാട് ആളുകൾക്ക് കംഫേർട്ട് കൊടുക്കുന്നുണ്ട്. ടഫായിട്ടുള്ള സമയങ്ങളിൽ ഒരുപാട് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഹോപ്പ്. ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദ ചില്ലസ്റ്റ് ലാൻഡ് ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇറ്റ് ആസ്ക് എ ക്രംബ് ഓഫ് മീ. പോയിട്ട് കോൾഡസ്റ്റ് ആയിട്ടുള്ള ഓർ ചില്ലസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഈ ഹോപ്പിൻ്റെ സോങ് കേട്ടിട്ടുണ്ട്. ഇവിടെ ചില്ലസ്റ്റ് പ്ലേസിന് സിംബലൈസ് ചെയ്യുന്നത് സോറോയിനെയും അതുപോലെ ലോൺലിനെസ്സിനെയും ഒക്കെയാണ്. ആൻഡ് ഓൺ ദ സ്ട്രേഞ്ചസ്റ്റ് സീ. സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള സീയിലും ഈ ഹോപ്പിൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റി ഇൻ ആസ്ക് എ ക്രംബ് ഓഫ് മീ. ലൈഫിലെ ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണെങ്കിലും ഹോപ്പ് നമ്മളെ കൂടെ തന്നെയുണ്ട്. അതൊന്നും ഇതിന് റിട്ടേൺ ആയിട്ട് ഒന്നും നമ്മളോട് ചോദിക്കുന്നില്ല. ഹോപ്പ് നെവർ ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ, നോട്ട് ഈവൻ എ ക്രംബ്. ക്രംബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പോലും ഹോപ്പ് തിരിച്ച് ഇതിനൊരു പ്രതിഫലം പോലെ ചോദിക്കുന്നില്ല. ഹോപ്പ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഫ്രീലി ഗിവ്സ് കംഫേർട്ട് ആൻഡ് സപ്പോർട്ട് ടു അസ് എക്സ്പെക്റ്റിംഗ് നത്തിങ് ബാക്ക്. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ലൈഫിൽ കംഫേർട്ടും സപ്പോർട്ടും ഒക്കെ നൽകാണ് ഹോപ്പ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ പോയത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.